അമേരിക്കയിൽ ഇന്ത്യൻ പൗരനെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ മാസം 3-നാണ് തെലങ്കാന സ്വദേശിയായ മുഹമ്മദ് നിസാമുദ്ദീനെ US പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. നിസാമുദ്ദീൻ വംശീയ അധിക്ഷേപം നേരിട്ടിരുന്നതായി കുടുംബം ആരോപിച്ചു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വാർത്തകൾ ഒരുമിച്ചിരുന്നു. അജീഷ്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ് അമേരിക്കൻ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഈ എന്തുകൊണ്ടാണ് കുടുംബം നിസാമുദ്ദീൻ വംശീയാധിക്ഷേപം നേരിട്ടിരുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത്? തെളിവെന്താണ് അജീഷ്? രാവിലെയാണ് ഇത് സംബന്ധിച്ച വിവരം ഈ തെലങ്കാന സ്വദേശി മുഹമ്മദ് ഹസനുദ്ദീനെ കിട്ടുന്നത്. മകൻ മുഹമ്മദ് നിസാമുദ്ദീൻ അമേരിക്കയിലെ കാലിഫോർണിയ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമാണ് ഈ നിസാമുദ്ദീന്റെ സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഈ സംഭവം നടന്നത് ഈ മാസം 3-നാണ്. ഈ കാലിഫോർണിയയിലാണ് മകൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നിസാമുദ്ദീൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവിടെ ഈ ഒപ്പം താമസിക്കുന്ന ആളുമായിട്ട് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാക്കുതർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഒരു കത്തിക്കുത്തുണ്ടായി. ഇതിനെ തുടർന്ന് ഈ അയൽവാസി പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനുമായില്ല. ഇവിടെ സമീപത്തെ കാലിഫോർണിയയിലെ തന്നെ ഇയാൾ താമസിക്കുന്ന സമീപത്തെ ഒരു ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മകൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം കുടുംബത്തിന് ലഭിക്കുന്നത്. ഈ സുഹൃത്ത് തന്നെയാണ് ഈ മകൻ തന്നെയാണ് നേരത്തെ തന്നെ ഈ കമ്പനിയിലടക്കം ഇങ്ങനെ വംശീയമായിട്ടുള്ള അധിക്ഷേപം നേരിടുന്നു തുടങ്ങിയ വിവരങ്ങൾ കുടുംബത്തോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കുടുംബം കത്തയച്ചിട്ടുണ്ട്. ഈ മകന്റെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള നടപടികൾ തുടങ്ങണം, മാത്രമല്ല അതിന് സഹായിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യൻ എംബസിയും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മകന്റെ മരണത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് കൃത്യമായിട്ടുള്ള കാരണമെന്ന് വ്യക്തമല്ല. പോലീസ് എത്തി വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 2016-ലാണ് ഈ നിസാമുദ്ദീൻ പഠനത്തിനായി അമേരിക്കയിലേക്ക് പോകുന്നത്. പിന്നീട് പഠനത്തിന് ശേഷം അവിടെ തന്നെ ജോലി കിട്ടുകയായിരുന്നു. ഓക്കെ, അജീഷ് ജയകുമാറാണ്. ആ വെടിവെച്ച് കൊലപ്പെടുത്തലിന് പിന്നിൽ വംശീയാധിക്ഷേപമുണ്ട്, അതൊരു എലമെന്റാണ് എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട നിസാമുദ്ദീന്റെ കുടുംബം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.